ഹായ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരാൻ സഹായിക്കുന്ന എനേബിളേഴ്സ് എന്നുള്ള ആളുകളെ കുറിച്ചും അതേപോലെ ഈ വ്യക്തിത്വങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന ഫ്ലൈയിങ് മങ്കീസ് എന്നുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചും ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിത് ഇന്ന് ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. നാർസിസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരോട് തന്നെ അവരാണ് എല്ലാം എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ആരാധനയുള്ള ആളുകളാണ് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് മറ്റുള്ള വ്യക്തികളോട് അസൂയയും അതേപോലെ പ്രതികാര മനോഭാവമൊക്കെ ഉള്ള ഇവർക്ക് മറ്റുള്ള ആളുകളോട് എമ്പതിയോ കരുണയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. എനേബിളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമുക്കൊരു കൂട്ടത്തിലേക്കോ സമൂഹത്തിലേക്കോ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ആശയങ്ങളും നമ്മളെ പ്രവർത്തികളും അവരിലേക്ക് എത്തിക്കാനും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചത് സാധിക്കില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളും ഏത് രീതിയിലാണോ സഹായം വേണ്ടത് ആ സഹായമൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മളെ കൂടെ നിർത്തും. എന്നിട്ട് അവരെ വെച്ചിട്ടാണ് നമ്മൾ ആ കൂട്ടത്തിലേക്കോ ആ സമൂഹത്തിലേക്കോ ഇറങ്ങിച്ചെല്ലുക. അങ്ങനെ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ ആശയങ്ങളും പ്രവൃത്തികളൊക്കെ അവരിലേക്ക് എത്തിക്കാനും അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ കണ്ടെത്തിയ കുറച്ച് ആളുകൾ, ആ കുറച്ച് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ കൂട്ടത്തിലേക്ക് എത്തിയത്. ഈ നമ്മളെ സഹായിച്ച ഈ ആളുകളെയാണ് നമ്മൾ എനേബിളേഴ്സ് എന്ന് പറയാം. നാർസിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നാർസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിലും സുഹൃത്തു വലയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഉപദ്രവങ്ങളും മോശമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ന്യായീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എനേബിളേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അച്ഛൻ, നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛന് അയാളുടെ മകൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ ആ കുട്ടി ഉമ്മയോട് പോയിട്ട് അല്ലെങ്കിൽ അമ്മയോട് പോയിട്ട് പരാതി പറയുമ്പോൾ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛന് വേദനിപ്പിച്ചിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുക, അങ്ങനെയാണ് അച്ഛൻ്റെ രീതി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എനേബിളേഴ്സ് എന്ന് പറയുന്നത്. നാർസിസ്റ്റ് എന്നുള്ള വ്യക്തികളെ പോലെ തന്നെ ഈ എനേബിളേഴ്സ് ആയിട്ടുള്ള ആളുകളും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഫ്ലൈയിങ് മങ്കീസ് എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ഈ ആൾ അയാളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള നിർത്തിയിട്ടുള്ള ഈ വ്യക്തികളെ അയാൾ എപ്പോഴും അടിച്ചമർത്തി ഒരു അടിമയായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇവർക്ക് ഈ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ അടിമയാക്കിയിട്ട് വെച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരുടെ ഈ അടിച്ചമർത്തലും ഈ മാനിപ്പുലേഷനും ഒന്നും സഹിക്കാൻ കഴിയാതെ ആകുമ്പോൾ ഇവർ ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഇവർ മാറി നിൽക്കും, രക്ഷപ്പെടും. അങ്ങനെ ഈ രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഈ രക്ഷപ്പെട്ട വ്യക്തിയെ പൂർണ്ണമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമൂഹത്തിലും അവരുടെ കുടുംബത്തിലും അതേപോലെ അവരുടെ കോൺഫിഡൻസൊക്കെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇയാൾ ചെയ്യും. പക്ഷേ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ഡയറക്റ്റായിട്ട് ഇയാളെ തകർക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എനേബിളേഴ്സ് ആയിട്ടുള്ള ആളുകളെ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഈ രക്ഷപ്പെട്ട ആളെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ വെച്ചിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ രക്ഷപ്പെട്ട വ്യക്തിയെ കുടുംബത്തിലേക്കും അതേപോലെ സമൂഹത്തിലേക്കൊക്കെ അവരെക്കുറിച്ചുള്ള അപവാദങ്ങൾ പരത്തിയിട്ട് അതേപോലെ ഈ വ്യക്തിയെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ എനേബിളേഴ്സ് ആയിട്ടുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ചെയ്യിപ്പിക്കും. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ രക്ഷപ്പെട്ട വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ശ്രമിക്കും. ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ മാനിപ്പുലേഷനിൽ പെട്ടിട്ട് ഈ രക്ഷപ്പെട്ട വ്യക്തിയെ ഉപദ്രവിക്കാൻ പോകുന്ന, സമൂഹത്തിലായാലും കുടുംബത്തിലേക്കായാലും ഉപദ്രവിക്കാൻ പോകുന്ന ഈ വ്യക്തികളെയാണ് നമ്മൾ ഫ്ലൈയിങ് മങ്കീസ് എന്ന് പറയാം. ഈ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കും എമ്പതിയും കരുണയൊക്കെ കുറവായിരിക്കും. ഇവർ ചെയ്ത ഈ പ്രവൃത്തി കുറച്ച് കഴിയുമ്പോൾ തെറ്റാണെന്നുള്ളത് ഇവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാവും. പക്ഷേ ഈ ബോധ്യമാകുന്ന സമയത്ത് പോലും ഈ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തുണ്ടാവില്ല, ഒരു കുറ്റബോധമോ കാര്യമോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുത്ത് വന്നിട്ട് ഒരാൾ മറ്റാളെ പറ്റി കുറ്റം പറയുമ്പോൾ ഈ പറയുന്ന ആൾ എത്ര നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും മറ്റാളെ പറ്റി കുറ്റം പറയുമ്പോൾ നമ്മൾ ഉടനടി അതിനെ സ്വീകരിക്കാതെ മറ്റുള്ള ആളെ സ്ഥാനത്ത് നിന്നും പാടെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അയാളുടെ ഒരു വിശദീകരണം അവിടെ കേട്ടിട്ട് മാത്രമേ നമ്മൾ അതിനൊരു ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നമ്മൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടും. നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ളൊരു
ഇടവേളയാണ് ഇത്രയും ഉണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു.